നമസ്കാരം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും എന്ന പാഠമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. അതിൽ ആദ്യത്തെ ഘടകം അഭികാരകങ്ങളുടെ സ്വഭാവം ആണെന്ന് പഠിച്ചു. അതുപോലെ രണ്ടാമത് എന്താണ് പഠിച്ചത്? അഭികാരകങ്ങളുടെ കോൺസെൻട്രേഷൻ്റെ അളവിൽ വരുന്ന വ്യത്യാസവും രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. മൂന്നാമത്തെ പോയിന്റ് ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവും രാസപ്രവർത്തന വേഗവും. ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ് സർഫസ് ഏരിയ രാസപ്രവർത്തന വേഗത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് 2 ബീക്കറാണ്. ആദ്യത്തെ ബീക്കറിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ മാസുള്ള മാർബിൾ കഷ്ണം ഇടണം. അതേ മാസിൽ തന്നെ മാർബിൾ കഷ്ണം പൊടിച്ചതും എടുക്കണം. അത് രണ്ടാമത്തെ ബീക്കറിലും ഇടുക. അതുപോലെ തന്നെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരേ അളവിൽ തന്നെ 2 ബീക്കറിലും നമ്മൾ ഒഴിക്കുക. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഗാഢത തുല്യമായിരിക്കണം 2 ബീക്കറിലും എടുക്കുന്നത്. അവിടെ നടക്കുന്ന പ്രവർത്തനം എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. കാൽഷ്യം കാർബണേറ്റ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം ക്ലോറൈഡും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CaCO3 പ്ലസ് 2HCl hydrochloric acid gives calcium chloride CaCl2 plus water H2O plus carbon dioxide CO2. 2HClൻ്റെ 2 നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്തതാണ്. ഇനി നിരീക്ഷണം എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ബീക്കറുകളിലെയും പ്രവർത്തന വേഗത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായി. മാർബിൾ പൊടിച്ചത് ഏത് ബീക്കറിലാണോ എടുത്തത് അതും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടാണ് കൂടുതൽ വേഗത്തിൽ പ്രവർത്തനം നടന്നത്. 2 പ്രവർത്തനങ്ങളിലും ആസിഡിൻ്റെ ഗാഢത എപ്രകാരമാണ്? ഒരേ കോൺസെൻട്രേഷനിൽ തന്നെയാണ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. മാർബിളിൻ്റെ മാസിന് വ്യത്യാസം ഉണ്ടായിരുന്നോ? ഇല്ല. ഒരെണ്ണം ഖരരൂപത്തിലും മറ്റേത് പൊടിച്ചതുമായിരുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ 2ൻ്റെ മാസ് തുല്യം തന്നെയാണ്. കാൽഷ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തുണ്ടാകുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. മാർബിളിൻ്റെ പരപ്പളവിൽ വ്യത്യാസമുണ്ടല്ലേ. ഒരെണ്ണം പ്യുവർ സോളിഡ് ഫോമിലാണ്. അതായത് അതിൻ്റെ പുറം ഭാഗത്തുള്ള മോളിക്യൂളുകൾ മാത്രമേ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുന്നുള്ളൂ. ഉൾഭാഗത്തുള്ള മോളിക്യൂൾസ് ഒന്നും തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുന്നില്ല. അപ്പോൾ ഇത് പൊടിച്ച് കഴിയുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? സർഫസ് ഏരിയ കൂടും. തരികളാണ്. ആ തരികളെല്ലാം തന്നെ അതിലുള്ള മോളിക്യൂളുകളായിട്ടെല്ലാം തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കൂടും. രാസപ്രവർത്തന വേഗത കൂടും. വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റും കിട്ടും. ഒരേ സമയം കൂടുതൽ ആസിഡ് തന്മാത്രകൾ മാർബിളുമായി സമ്പർക്കത്തിൽ വരാനുള്ള സാധ്യത ഏതിലാണ് കൂടുതൽ? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലാണ്. കാരണം അത് മാർബിൾ തരികളാണ്. ഇനി പ്രതല പരപ്പളവ് കൂടുമ്പോൾ കൊളിഷൻ നിരക്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? കൊളിഷൻ നിരക്ക് കൂടും. ഒരുപാട് മോളിക്യൂൾസുമായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് കോണ്ടാക്റ്റിൽ വരികയും അവിടെ കൊളിഷൻ നടക്കുകയും റിയാക്ഷൻ റേറ്റ് കൂടുകയും ചെയ്യും. ഈ പ്രവർത്തനത്തിൽ മാർബിളിനെ വീണ്ടും ചെറിയ തരികളാക്കിയാൽ അല്ലെങ്കിൽ പൊടിച്ചാൽ പ്രവർത്തന വേഗത്തിൽ എന്ത് മാറ്റമുണ്ടാകും? വീണ്ടും റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഖരവസ്തുക്കൾ ഉൾപ്പെട്ട രാസപ്രവർത്തനങ്ങളിൽ വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പ്രതല പരപ്പളവ് അഥവാ സർഫസ് ഏരിയ. ഖരപദാർത്ഥങ്ങളെ ചെറു കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ അവയുടെ പ്രതല പരപ്പളവ് കൂടുന്നു. തന്മൂലം ഫലവത്തായ കൂട്ടിമുട്ടലുകളിൽ ഏർപ്പെടുന്ന തന്മാത്രകളുടെ എണ്ണവും കൂടുന്നു. അതിനാൽ രാസപ്രവർത്തന വേഗവും കൂടുന്നു. ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻറ്റുകളുടെ കൂട്ടത്തിൽ സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും റിയാക്റ്റൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൊടിച്ച് ഉപയോഗിക്കുക. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർഫസ് ഏരിയ കൂടും. റിയാക്റ്റൻറ്റ് മോളിക്യൂളുകൾ തങ്ങളിൽ കൂട്ടി ഇടികൾ വളരെ പെട്ടെന്ന് നടക്കും. എഫക്റ്റീവ് കൊളിഷൻ കൂടുതലായിരിക്കും. റേറ്റ് ഓഫ് കൊളിഷനും കൂടുതലായിരിക്കും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് മോളിക്യൂൾസുമായിട്ട് അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രോഡക്ട്സ് ഉണ്ടാകുന്നതിനത് കാരണമാകും. വിറക് ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ വേഗത്തിൽ കത്തുന്നതിനുള്ള കാരണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ സർഫസ് ഏരിയ കൂടി. പ്രതല പരപ്പളവ് വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗവും കൂടുന്നു. 4th പോയിൻ്റാണ് താപനിലയും രാസപ്രവർത്തന വേഗവും. കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ ടെമ്പറേച്ചർ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനിവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്, ഒരു എക്സ്പെരിമെൻ്റ് ആണ്. സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ളൊരു പ്രവർത്തനം. ഇതിൽ താപനില എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം.
ഇതിനാവശ്യമായ സാമഗ്രികളാണ് സോഡിയം തയോസൾഫേറ്റ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, വാട്ടർ, ബോയിലിംഗ് ട്യൂബ്, സ്പിരിറ്റ് ലാമ്പ്. എക്സ്പെരിമെൻറ്റിലെ റിയാക്റ്റൻറ്റുകൾ ഏതൊക്കെയാണ്? സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും. ഇനി നടക്കുന്ന റിയാക്ഷൻ്റെ പ്രൊസീജിയറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഒരു ബീക്കറിൽ സോഡിയം തയോസൾഫേറ്റിൻ്റെ നേർപ്പിച്ച ലായനി തയ്യാറാക്കുക. സോഡിയം തയോസൾഫേറ്റിൻ്റെ നേർപ്പിച്ച ലായനിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ലായനി തുല്യ അളവിൽ 2 ബോയിലിംഗ് ട്യൂബുകളിൽ എടുക്കണം. തുല്യ അളവിൽ വീതിച്ച് നമ്മൾ ബോയിലിംഗ് ട്യൂബുകളിലാക്കി എടുക്കുക. അതിൽ ഒരു ബോയിലിംഗ് ട്യൂബിനെ മാത്രം നമ്മൾ അല്പസമയം ഒന്ന് ചൂടാക്കണം. ഒരു ട്യൂബിനെ മാത്രം ചൂടാക്കിയാൽ മതി. 2 ബോയിലിംഗ് ട്യൂബുകളിലും ഒരേ അളവിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർക്കണം. ഓക്കെ, അപ്പോൾ അതിലൊരു ടെസ്റ്റ് ട്യൂബ് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ചൂടാക്കുന്നുള്ളൂ. ഇനി നിരീക്ഷണം എന്താണ് നമുക്ക് കാണാൻ പറ്റുക? അതിൽ ചൂടുള്ള ടെസ്റ്റ് ട്യൂബിൽ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പെട്ടെന്ന് തന്നെ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. മറ്റേതിലും തണുത്തിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിലും പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും, പക്ഷേ കുറച്ചും കൂടെ സമയം എടുത്തിട്ടാണ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നതെന്ന് മാത്രം. ബോയിലിംഗ് ട്യൂബുകളിലുണ്ടായ അവക്ഷിപ്തത്തിൻ്റെ നിറം എന്താണ്? ഒരു യെല്ലോ കളർ പ്രസിപ്പിറ്റേറ്റ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. യെല്ലോ കളറിൽ ഒരു ക്ലൗഡി സസ്പെൻഷനാണ് അവിടെ ഫോം ചെയ്യുന്നത്. HCl ആഡ് ചെയ്തതിന് ശേഷമുള്ള നിറവ്യത്യാസത്തിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. Na2S2O3 അതാണ് സോഡിയം തയോസൾഫേറ്റ് എന്ന് പറയുന്നത്, പ്ലസ് 2HCl ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡ്, വാട്ടർ, പിന്നെ സൾഫർ ഡയോക്സൈഡ്, സൾഫർ, ഇത്രയുമാണ് ഉണ്ടാകുന്നത്. അതായത് 2NaCl പ്ലസ് H2O പ്ലസ് SO2 പ്ലസ് S. അപ്പോൾ 2 ബോയിലിംഗ് ട്യൂബുകളിലും സൾഫർ അവക്ഷിപ്തപ്പെട്ടതുകൊണ്ടാണ് നിറമാറ്റം ഉണ്ടായത്. ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിച്ച ഘടകം ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ രാസപ്രവർത്തന വേഗത കൂടുന്നു, റേറ്റ് ഓഫ് കൊളിഷൻ കൂടുന്നു, റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുന്നു, വളരെ വേഗത്തിൽ തന്നെ പ്രോഡക്റ്റും ലഭിക്കുന്നു. അടുത്തതാണ് ത്രെഷോൾഡ് എനർജി. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. ഈ ഊർജത്തെ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നു. ഇപ്പോൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. അത് കൊളിഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു മിനിമം കൈനറ്റിക് എനർജി ആവശ്യമാണ്. ഈ എനർജിയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അഭികാരകങ്ങളെ ചൂടാക്കുമ്പോൾ തന്മാത്രകളുടെ ഊർജ്ജവും ചലനവേഗതയും വർദ്ധിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കൂടാനുള്ള കാരണം എന്താണ്? അഭികാരകങ്ങളെ ചൂടാക്കുമ്പോൾ തന്മാത്രകളുടെ ഊർജ്ജവും ചലനവേഗതയും വർദ്ധിക്കുന്നു. അതായത് താപനില കൂടുമ്പോൾ ത്രെഷോൾഡ് എനർജി കൂടുന്നു. ത്രെഷോൾഡ് എനർജിയുള്ള തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുന്നു. തൽഫലമായി ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുകയും രാസപ്രവർത്തന വേഗം കൂടുകയും ചെയ്യുന്നു. താപനില രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. താപനില വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗം കൂടുന്നു. ഇതുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അവിടെ ത്രെഷോൾഡ് എനർജിയുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുകയും തൽഫലമായി കൊളിഷൻ്റെ എണ്ണം കൂടുകയും ചെയ്യുന്നു. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കൊളിഷൻ, അങ്ങനെ രാസപ്രവർത്തന വേഗം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു രാസപ്രവർത്തന വേഗതയെ ടെമ്പറേച്ചറും സർഫസ് ഏരിയയും എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.